ശ്രീരാമജയം. വാൽമീകി രാമായണം ബാലകാണ്ഡം 38-ാം സർഗം ഇന്ന് വായിക്കാം. താം കഥാം കൗശികോ രാമേ നിവേദ്യ മധുരാക്ഷരാം പുനരേവാപരം വാക്യം കാകുത്സ്ഥമിതമബ്രവീത്. അയോധ്യാധിപതിർവീര പൂർവമാസീ നരാധിപ സകരോ നാമ ധർമാത്മാ പ്രജാകാമഃ സ ച പ്രജ. വൈദർഭദുഹിതാ രാമകേശിനീ നാമ നാമത ജ്യേഷ്ഠാ സകരപത്നീ സാ ധർമ്മിഷ്ഠാ സത്യവാദിനി. അരിഷ്ടനേമിർദുഹിതാ സുവർണഭഗിനീ തു സാ ദ്വിതീയാ സകരസ്യാസീത് പത്നീ സുമതിസഞ്ജ്ഞിതാ. താഭ്യാം സഹ മഹാരാജ പത്നീഭ്യാം തപ്തവാംസ്തപ ഹിമവന്തം സമാസാദ്യ ഭൃഗുപ്രസ്രവണേ ഗിരൗ. അഥ വർഷശതേ പൂർണേ തപസാരാധിതോ മുനി സകരായ വരം പ്രാതാദ് ഭൃഗു സത്യവതാം വര. അപത്യലാഭസ്സു മഹാൻ ഭവിഷ്യതി തവാനഘ കീർത്തിം ച പ്രതിമാം ലോകേ പ്രാപ്സ്യസേ പുരുഷർഷഭ. ഏകാ ജനയിതാ താത പുത്രം വംശകരം തവ ഷഷ്ഠിം പുത്രസഹസ്രാണി പരാജനയിഷ്യതി. ഭാഷമാണം മഹാത്മാനം രാജപുത്രൗ പ്രസാദ്യതം ഊചതു പരമപ്രീതേ കൃതാഞ്ജലിപുടേ തദാ. ഏകഃ കസ്യാസുതോ ബ്രഹ്മൻ കാ ബഹൂൻ ജനയിഷ്യതി ശ്രോതുമിച്ഛാവഹേ ബ്രഹ്മൻ സത്യമസ്തു വചസ്തവ. തയോസ്തദ്വചനം ശ്രുത്വാ ഭൃഗുഃ പരമധാർമ്മിക ഉവാച പരമാം വാണീം സ്വച്ഛന്തോത്ര വിധീയതാം. ഏകോ അംശകരോ വാസ്തു ബഹവോ വാ മഹാബലാ കീർത്തിമന്തോ മഹോത്സാഹാ കാ വാക്കം വരമിച്ഛതി. മുനേസ്തു വചനം ശ്രുത്വാ കേശിനീ രഘുനന്ദന പുത്രം വംശകരം രാമ ജഗ്രാഹ നൃപസന്നിധൗ. ഷഷ്ഠിം പുത്രസഹസ്രാണി സുപർണഭഗിനീ തഥാ. മഹോത്സാഹാൻ കീർത്തിമതോ ജഗ്രാഹ സുമതിഃ സുതാൻ. പ്രദക്ഷിണമൃഷിം കൃത്വാ ശിരസാഭിപ്രണമ്യതം ജഗാമ സ്വപുരം രാജാ സഭാര്യോ രഘുനന്ദന. അഥ കാലേ ഗതേ തസ്യ ജ്യേഷ്ഠാ പുത്രം വ്യജായത അസമഞ്ജ ഇതി ഖ്യാതം കേശിനീ സകരാത്മജം. സുമതിസ്തു നരവ്യാഘ്ര ഗർഭതുംബം വ്യജായത ഷഷ്ഠിഃ പുത്രസഹസ്രാണി തുംബഭേദാദ് വിനിസൃതാ. ഘൃതപൂർണേഷു കുംഭേഷു ധാത്ര്യസ്താൻ സമവർദ്ധയൻ കാലേന മഹതാ സർവേ യൗവനം പ്രതിപേതിരേ. അഥ ദീർഘേണ കാലേന രൂപയൗവനശാലിന ഷഷ്ഠിഃ പുത്രസഹസ്രാണി സകരസ്യാഭവംസ്തഥാ. സ ച ജ്യേഷ്ഠോ നരശ്രേഷ്ഠ സകരസ്യാത്മസംഭവ ബാലാൻ ഗൃഹീത്വാ തു ജലേ സരൈർവാ രഘുനന്ദന. പ്രക്ഷിപ്യ പ്രാഹസന്നിത്യം മജ്ജതസ്താൻ നിരീക്ഷ്യ വൈ. ഏവം പാപസമാചാര സജ്ജന പ്രതിപാധക. പൗരാണാമഹിതേ യുക്ത പിത്രാ നിർവാസിത പുരാത്. തസ്യ പുത്രോംശുമാൻ നാമ അസമഞ്ജസ്യ വീര്യവാൻ. സമ്മതഃ സർവലോകസ്യ സർവസ്യാപി പ്രിയം വദ. തതഃ കാലേന മഹതാ മതിഃ സമഭിജായത. സകരസ്യ നരശ്രേഷ്ഠ യജേയമിതി നിശ്ചിതാ. സകൃത്വാ നിശ്ചയ രാജാ സോപാധ്യായ ഗണസ്തദാ.
യജ്ഞകർമ്മണി വേദജ്ഞോ യഷ്ടും സമുപചക്രമേ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേഷ്ടാത്രിംശഃ സർഗഃ. സഗരപുത്രന്മാരുടെ ജനനവും അശ്വമേധത്തിനുള്ള ആരംഭവുമാണ് ഈ 38-ാം സർഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. വിശ്വാമിത്ര മുനി രാമനായിക്കൊണ്ട് മധുരാക്ഷരങ്ങളോട് കൂടിയ ആ കഥയെ കേൾപ്പിച്ച് അതിനുശേഷം അവണ്ണം തന്നെ കാകുത്സ്ഥനോട് മറ്റൊരു വാക്യത്തെ ഇപ്രകാരം പറഞ്ഞു. പണ്ടൊരിക്കൽ സഗരൻ എന്ന പേരോടുകൂടിയ ഒരു വീരൻ ധർമാത്മാവായി നരപാലകനായി അയോധ്യയ്ക്ക് അധീശനായി ഉണ്ടായിരുന്നു. അദ്ദേഹം പുത്രൻ വേണമെന്നുള്ള കാമത്താൽ, ആശയാൽ അല്ലെങ്കിൽ ആഗ്രഹത്താൽ ആയിരുന്നിട്ടും പുത്രഭാഗ്യ അറ്റവനായി വർത്തിച്ചു. അതായത് പുത്രഭാഗ്യം ഇല്ലാത്തവനായി വർത്തിച്ചു. രാമ വിദർഭ രാജപുത്രിയായി പേർ കൊണ്ട് കേശിനി എന്ന പ്രസിദ്ധിയുള്ളവളായ ധർമ്മിഷ്ഠയായിരുന്നു ആ സഗര രാജാവിൻ്റെ പത്നി. അവൾ സത്യം തന്നെ പറയുന്നവളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത ഭാര്യയും ആയിരുന്നു. കാശ്യപപുത്രിയും ലോകത്തിൽ വെച്ച് അഴകിൽ എതിരില്ലാത്തവളുമായ സുമതി എന്നു പേരുള്ള സഗര മഹാരാജാവിൻ്റെ 2ാമത്തെ പത്നിയായിരുന്നു. അതായത് സഗര മഹാരാജാവിൻ്റെ 2ാമത്തെ പത്നിയുടെ പേരാണ് സുമതി. അങ്ങനെയിരിക്കെ രാജാവ് ആ 2 ഭാര്യമാരോടും കൂടി ഹിമവത് പർവ്വതത്തെ പ്രാപിച്ച് ഭൃഗുപ്രസവണം എന്ന മലയിൽ തപസ്സു ചെയ്തു. അപ്രകാരം തന്നെ 1 നൂറ്റാണ്ട് തികഞ്ഞപ്പോൾ തപസ്സാൽ സത്യമാകുന്ന പരാക്രമത്തോടുകൂടിയവനും മുനിയുമായ ഭൃഗു മഹർഷി സഗരനായിക്കൊണ്ട് ഇങ്ങനെ വരം കൊടുത്തു. അല്ലയോ പുണ്യശാലിൻ നിഷ്പാപ, അങ്ങയ്ക്ക് അനേക പുത്രലാഭമുണ്ടാകും. പുരുഷശ്രേഷ്ഠ, ലോകത്തിൽ തുല്യമല്ലാത്ത കീർത്തിയെയും അങ്ങ് പ്രാപിക്കും. അതായത് ഒരുപാട് നിസ്തുല്യമായ കീർത്തിയെയും അങ്ങ് പ്രാപിക്കും. വത്സ, നിന്റെ ഭാര്യമാരിൽ ഒരുവൾ വംശവൃദ്ധികരനായ ഒരു പുത്രനെ പ്രസവിക്കും. മറ്റൊരുത്തി 60,000 പുത്രന്മാരെ പ്രസവിക്കും. അപ്രകാരം അരുളി ചെയ്ത ആ മഹാത്മാവിനെ നോക്കി അതിസന്തുഷ്ടി പൂണ്ടവരായി കൈകൂപ്പുന്നവരായി 2 രാജപുത്രിമാരും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അപ്പോൾ പറഞ്ഞു, സ്വാമീൻ, ആർക്കാണ് ഒരു പുത്രൻ? ആരാണ് അനേകം പുത്രന്മാരെ പ്രസവിക്കുന്നത്? ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ഇത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ വാക്ക് സത്യമായി തീരട്ടെ. ഭൃഗു മഹർഷി അവരുടെ ആ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം എന്തെന്ന് ആദ്യം തീർച്ചയാക്കപ്പെടട്ടെ. ഒരുത്തൻ മാത്രം കുലത്തെ നിലനിർത്തുന്നവനായി ഭവിക്കും. അനേകമുള്ളവരാകട്ടെ അത്യന്ത പരാക്രമശാലികളായ കീർത്തിമാന്മാരായി അത്യുത്സാഹശീലന്മാരായി തീരും. ആരാണ് ഏതു വരത്തെയാണ് ഇച്ഛിക്കുന്നത്? അതായത് 2 പത്നിമാർക്ക് ഇതിൽ ഏതു വരമാണ് വേണ്ടത്? അതായത് ഒരു പുത്രനെ ആവശ്യമുള്ളവർ ആരാണ്, അനേകം പുത്രനെ ആവശ്യമുള്ളവർ ആരാണ് എന്നാണ് ഭൃഗു മഹർഷിയുടെ ചോദ്യം. അത് കഴിഞ്ഞിട്ട്, ഹേ രഘുകുമാര രാമ, മുനിവരൻ്റെ ആ വചനത്തെ കേട്ടിട്ട് കേശിനി എന്നവൾ നൃപസന്നിധിയിൽ വെച്ച് കുലവൃദ്ധികരനായ, അതായത് കുലത്തെ നിലനിർത്തുന്നവനായ ഒരു പുത്രനെ മാത്രം വരിച്ചു. ആകയാൽ ഗരുഡ സഹോദരിയായ സുമതി എന്നവൾ അത്യന്തം ഉത്സാഹശീലന്മാരായ കീർത്തിമാന്മാരുമായ പുത്രന്മാരെ 60,000 പുത്രന്മാരാകട്ടെ എന്ന് ആവശ്യപ്പെട്ടു. ഹേ രഘുനന്ദന, പിന്നീട് പത്നി സമേതനായി രാജാവ് ആ മഹർഷിയെ പ്രദക്ഷിണം ചെയ്തിട്ട് തല കുമ്പിട്ട് സാഷ്ടാംഗ നമസ്കരിച്ച ശേഷം സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ മൂത്തവളായ കേശിനി അപ്രകാരം തന്നെ സഗരപുത്രനായി അസമഞ്ജൻ എന്ന ദുഷ്കൃത്യം ചെയ്യുന്നതിൽ പേരുകേട്ടവനായ പുത്രനെ പെറ്റു. ഹേ നരശ്രേഷ്ഠ, സുമതിയാകട്ടെ ഒരു ഗർഭപിണ്ഡത്തെ പ്രസവിച്ചു. ആ പിണ്ഡം വിരിഞ്ഞതിൽ നിന്ന് 60,000 പുത്രന്മാർ പുറത്തു വന്നു. പോറ്റമ്മമാർ നെയ്യ് നിറച്ച കുംഭങ്ങളിൽ അവരെ സംരക്ഷിച്ചു വന്നു. എല്ലാവരും ഏറെക്കാലം ചെന്ന ശേഷം കൗമാരാവസ്ഥയെ, അതായത് യൗവനത്തെ പ്രാപിച്ചു. സഗര മഹാരാജാവിൻ്റെ 60,000 പുത്രന്മാർ
അപ്രകാരം തന്നെ ദീർഘകാലത്തിന് ശേഷം അക്കാലത്തിൽ അഴകും അതായത് സൗന്ദര്യവും യൗവനവും ചേർന്നവരായി ഭവിച്ചു. ഹേ രഘുനന്ദന, അവൻ സഗര രാജാവിൻ്റെ മൂത്തപുത്രനായി നരശ്രേഷ്ഠനായി ഇരുന്നിട്ടും അതിന് വിപരീതമായി സദാ നഗരത്തിലുള്ള കുട്ടികളെ എടുത്തുകൊണ്ട് സരയൂ നദിയിൽ വെള്ളത്തിലെറിഞ്ഞു മുങ്ങുന്ന അവരെ നോക്കി നേരം പോക്കായി രസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സജ്ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവനും നഗരവാസികളുടെ ഹിംസയിൽ നിരതനുമായ ആ ദുഷ്ടൻ പിതാവിനാൽ നഗരത്തിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടു. ആ അസമ്മഞ്ജന് അംശുമാൻ എന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ പുത്രനായിരുന്നിട്ടും വീര്യവാനും എല്ലാവർക്കും പ്രിയമാകും വണ്ണം സംസാരിക്കുന്നവനും സകല ജനത്തിൻ്റെയും സ്നേഹത്തിന് പാത്രമായവനുമായിരുന്നു. ഹേ നരശ്രേഷ്ഠ, അതിനുശേഷം വളരെ കാലം ചെന്നപ്പോൾ സഗര മഹാരാജാവിന് യാഗം ചെയ്യണമെന്നുള്ള ദൃഢമായ ഒരാലോചന ജനിച്ചു. ആ വേദജ്ഞനായ രാജാവ് പുരോഹിതന്മാരോട് കൂടിയവനായി യാഗത്തെപ്പറ്റി തീർപ്പു ചെയ്ത് അതിൽ പിന്നെ യാഗം ചെയ്യാൻ ആരംഭിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാത്മീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 38 സർഗഃ 38 സർഗം സമാപ്തം.